പൊട്ടലോടോ? അഞ്ചാമത്തെ കൈപ്പൊട്ടലോ കേട്ടോ. എന്താ വാങ്ങുക? അതിന്റെ ഇടയ്ക്ക് ഞാള് മീൻ വാങ്ങാൻ പോയ സമയത്ത് ധന്യേച്ചി സൈത്തേട്ടനും വന്നു കേട്ടോ. ഒന്നും പരിപ്പ് വേണ്ട, പരിപ്പ് വേണ്ട, പരിപ്പ് ഉണ്ടായ ഭയങ്കര ഡേഞ്ചറാണ് പറയുന്നത്. പോവാന്നാല്. ആ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ആയിരിക്കും ഇതെന്താ ചപ്പാത്തി കൊലൊക്കെ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ അടുക്കളയെന്നാ കേട്ടോ. അപ്പോൾ കുറേ ആയി നമ്മളൊരു ഡേ ഇൻ ലൈഫ് ചെയ്യാത്ത. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എല്ലാവരും ഉള്ള ദിവസമല്ലേ, ഇപ്പോൾ ഒരു ഡേ ഇൻ ലൈഫ് ചെയ്യാന്ന്. അങ്ങനെ നേരിട്ട് കുളിയും കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്ന് ഇനി നമ്മൾ രാവിലെ തൊട്ടുള്ള പരിപാടിയുണ്ട്. ഇന്നത്തെ എൻ്റെ ഡേ ഇൻ ലൈഫ് എന്തെല്ലാന്നുള്ളത് നമുക്ക് കാണട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ പൂരി ഉണ്ടാക്കുന്നത്. പൂരിക്ക് കുഴച്ച് വെച്ചേരെ കേട്ടോ ഞാൻ കുളിക്കാൻ പോയേ. പിന്നെ ചെറുപയർ വെള്ളത്തിലിടാൻ മറന്നു കഴിഞ്ഞു. പിന്നെ ഉള്ളി ഉരുളക്കിഴങ്ങിന്റെ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങില്ല, ഉള്ളി മാത്രമേ ഉള്ളൂ. അന്നേരം പിന്നെ ഒന്നും തലേന്നേ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല ഇന്നെന്താ ഉണ്ടാക്കണ്ടേന്ന്. അതിനൊരു വേറൊരു കാരണമുണ്ട് കേട്ടോ. പിന്നെ ആ കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ കാരണം എന്നുള്ളത്. ഇന്നലെ വൈകുന്നേരം ഓരോരോ ഇതില്ലായിപ്പോയി. ഇന്നത്തെ ലൈഫിന് ഈ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരം വൈകിയനെ കൊണ്ട് ആകൃതി ഇല്ലാത്ത രീതിയിലുള്ള ഇതാട്ടോ. നല്ല ആട്ടയാണേ, നമ്മളെ റെഡിമീഡിയൽ ആട്ടയല്ല, ആശീർവാദാണ്. അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നത്. നമ്മളല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കിലായി പോയിട്ട് നമ്മള് ഇന്നൊരു നേരം വൈകിയ കളിയാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. നല്ലോണം പൊന്തി വരും വിചാരിക്കാം. ഞാൻ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ പൂരിയാ കാണിക്കല് കേട്ടോ, അതൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ കുറേ ആയി പൂരി ഉണ്ടാക്കാത്ത. കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയായിരുന്നു പുട്ട്, പത്തിരി. എനിക്ക് വേഗം കഴിയെങ്കിലും അങ്ങോട്ടോടി ഇങ്ങോട്ടോടി കളിക്കേണ്ട ഒരു അവസരം വരലുണ്ട് കേട്ടോ. കാരണം ഞാൻ തന്നെയാണല്ലോ പരത്തുക. അപ്പം ഞാൻ തന്നെ പരത്തി ഞാൻ തന്നെ ചുടുന്ന അവസരങ്ങളിൽ അങ്ങോട്ടേക്ക് ഓടി അത് പരത്തി അതെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പിന്നെ ഇതിൽ ചുടാൻ നിന്ന് ഇങ്ങനെയുള്ള കളി വരും. എന്നാൽ പോലും എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നൊരു സാധനം ഈ പൂരി തന്നെയാണ് കേട്ടോ. ഒന്നും ആക്കിയില്ല കേട്ടോ. ചെറുപയർ അപ്പാട് പച്ചമുളക് ഇട്ട് വേവിച്ചതാ. അപ്പോൾ അതിന് സാധാരണയാണെങ്കിൽ അത് വിപുലമാക്കി തേങ്ങയെല്ലാം അരച്ചിട്ട് ഉണ്ടാക്കലുണ്ട്. പക്ഷെ അതിനൊന്നുള്ളൊരു സമയവും കാര്യവും അവസ്ഥയല്ലാത്തതിനെ കൊണ്ട് വറവിടാന്ന് വിചാരിച്ചു. ഇത് കൊപ്പരാന്നല്ലേ ഓരോരുത്തർ എല്ലാവരുടെയും പറയുക. എനിക്ക് അറിഞ്ഞൂടാ, കൊപ്പരാന്നാണ് ഇവിടെ പറയുക. എളുപ്പത്തിലുള്ള ചെറുപയറാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ആ ചെറുപയർ വെക്കുന്ന സമയത്ത് പച്ചമുളക് മാത്രം നമ്മളിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കൊപ്പര, അതായത് തേങ്ങ അല്ലെങ്കിൽ കൊപ്പര എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് അതും 2 വറ്റൽമുളകും ഇട്ടിട്ട് സാധാരണ വെളിച്ചെണ്ണയും കടുക് ഒഴിച്ചിട്ട് ഒരു വറവങ്ങ് ഇടാന്ന് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചെറുപയറിൻ്റെ കറിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. പിന്നെ വറ്റൽമുളക് ഇടാൻ ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. എന്നാലും അതൊരു ഭംഗിക്ക് കടന്നോട്ടെ വിചാരിച്ചിട്ട് അതുകൂടി ഇട്ടിട്ടോ. ഇപ്പൊ അടുത്ത ചായന്റെ പഞ്ചസാര കുറച്ചിട്ടാ മതിയോളെ. ഷുഗർ ഇനിയിപ്പോ അടുത്ത ഷുഗറിന്റെ പ്രശ്നം കൂടിയുണ്ട്. അതൊന്നുമില്ല, അതിന് മാത്രമൊന്നുമില്ല. ചായയും കൂടി ആയിട്ട് വേണം നമ്മളെ ചായ പരിപാടി. പിന്നെ എല്ലാം ലേറ്റ് ആകാനുള്ള കാര്യം ഇതാ ഇവിടെ ഒരാൾ കുത്തിരിക്കുന്നുണ്ട്. ഇതാ ഓടിച്ചാഞ്ഞതാ, ഒരു രക്ഷയില്ലാത്തതിനെ കൊണ്ട് അല്ലേ കുഞ്ഞു? എന്താ കാര്യം പറഞ്ഞു കൊടുക്ക്. ഫുട്ബോൾ ഒരു ഭ്രാന്തനാണ്. അപ്പോ അങ്ങനെ കളിക്കാൻ പോയതൊന്നുമല്ല, ഇവിടെ തന്നെ അല്ലേ ചെറുതായിട്ട് ബോളിന്റെ മേലെ ചവിട്ടിയ സമയത്ത് സ്ലിപ്പായി ചെറുതായിട്ട് ബേക്കില് മുട്ടിന്റെ അടുത്ത് ചെറുതായിട്ടൊരു പൊട്ടുണ്ട്. വലിയ സ്ട്രോങ് അല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. നമ്മളൊരു സ്ക്രാച്ച് ഒക്കെ പോലെ തന്നെ. പിന്നെ അവന് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 4 ഇതിപ്പോ എത്രാമത്തെ പൊട്ടലോടോ? 5ാമത്തെ കൈപ്പൊട്ടലോ കേട്ടോ. ഞാൻ വന്നേരം ആദ്യത്തെയാ. ഞാൻ വന്നേരം എന്നോട് ഇങ്ങനെ പറയുക, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഗിന്നസ് ബുക്ക് പേര് വരൂ. 4ാമത്തെയോ 5ാമത്തെയോ ഞാൻ പൊട്ടലാന്നോ അല്ലേ? ചെറുപ്പം തൊട്ടേ പൊട്ടല്. സൈക്കിൾ മേൽ വീണിട്ടൊക്കെ എന്തൊക്കെയോ വീണുന്നില്ല, മതിലിന്റെ മുകളിൽ വീണിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഓരോരോ സമയത്ത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ പൊട്ടിയിട്ട്. ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് ഒന്നുമില്ലാന്നാ ഡോക്ടർ പറഞ്ഞു. ചെറിയൊരു ഇതാണ്. പക്ഷെ നമ്മള് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമായില്ലെങ്കിലോ.
അപ്പൊ അത് ഇന്നലെ വൈകിട്ട് പറ്റിയാണ്. അതിന്റെ തിരക്കിലും കാര്യമായിപ്പോ എല്ലാം ഓട്ടവും ഇതൊക്കെ ആയി. അതെ, ഇവന്റെ ഫുട്ബോൾ സ്കിൽസ് മറ്റേ ആക്കിയെന്ന് പറഞ്ഞു അല്ലേ ഇത്. സ്കിൽസ് ആണ് ഇപ്പൊ കണ്ടത് അല്ലേ? ദേവു അതിന്റെ ഇടക്ക് കൊയിലാണ്ടി പോയി. ദേവു അറിയില്ലായിരുന്നു കുഞ്ഞിന്റെ കൈ പൊട്ടി. ഇന്നയാള് രാവിലെ വീഡിയോ കോള് വിളിച്ച് അല്ലേ, വിളിച്ച് കണ്ട് കൊറേ ചീത്തയൊക്കെ കേട്ട് ചേച്ചിന്റെ അടുത്ത്. കളിക്കാൻ പോകുമ്പോ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മള് മീൻ വാങ്ങാൻ പോവാ കേട്ടോ. നിങ്ങള് വിചാരിക്കും എല്ലാം ഞാനാ മീൻ വാങ്ങാൻ പോവുകയാണ്. ഞാനല്ല പോലെ. ഇന്നിപ്പോ എന്താന്ന് ഞാൻ ചോദിച്ചിട്ട് ഒക്കെ ഒരു തീരുമാനമില്ല. എന്താ കറി വെക്കണ്ട, എന്താണോ മീമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നോ അല്ലേ, കറി വെക്കുന്ന സാധനം ഒന്നും ഇന്നലെ വാങ്ങിക്കില്ലല്ലോ, അതുകൊണ്ട് കറി വെക്കാനൊന്നുമില്ല. പോവാന്നാല് ആയിക്കോട്ടെ. കൈ ഒടിഞ്ഞ് കുത്തിരിക്കാന്നെങ്കിലും ഒന്ന് സിപ്പപ്പാ വേണ്ടേ, ഒരു കോഴിയായാലും വേണ്ടേ. എന്താ വാങ്ങിയ? എന്താ കൊയല അല്ലേ പറയാ? കൊയലയാട്ടോ വാങ്ങിയ. വേറെ എന്താ കൊയല വേറെ എന്തെങ്കിലും പച്ചക്കറിയും കൂടി വാങ്ങണം. ഇതാണ് ടൗണിന്റെ അടുത്തായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ സാധനം വാങ്ങാൻ പോയി വരാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. ഉപ്പേരിക്ക് വേണ്ടേ? ആരെയും കാണുന്നില്ല, പാത്രം ഞാൻ എന്താ വേണ്ടേ? കോവയ്ക്കോ പയറോ? എന്തായാലും കുഴപ്പമില്ല. ഇവിടെ അരച്ച തേങ്ങ വാങ്ങിക്കാം. അരച്ച തേങ്ങ 150 അല്ലേ? 150. മതി. മാംഗോ ബട്ടർ സ്കോച്ച് 4 വേണോ? അത് എനിക്ക് വേണ്ടേ. കുഞ്ഞുവിനെ കാണാൻ വന്നതാ, കൈ ഒടിഞ്ഞ്. നമ്മളെ ചക്കരക്കുട്ടൻ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാള് മീൻ വാങ്ങാൻ പോയ സമയത്ത് ധന്യേച്ചി സൈത്തേടനും വന്നു കേട്ടോ. ഇനിയിപ്പോ ധന്യേച്ചി സൈത്തേടനൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കിണ്ടാവില്ല അല്ലെ, സൈഷന്റെ ഏട്ടൻ. അപ്പൊ ഒരു വന്ന് കുഞ്ഞുവിന് ഇങ്ങനെ സുഖമില്ലാത്തതിനെ കൊണ്ടാണ് ഒന്ന് കാണാന്ന് വിചാരിച്ച് വന്നാണ്. പിന്നെ മോനൊരു ഡാൻസിന് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് പോയാ നമ്മള് വാങ്ങിയ കൊയലല്ലേ? കൊയലല്ലേ സൈഷേട്ടാ? കട്ട് ചെയ്ത് വാങ്ങിയതാണ്. വലിയ കൊയില് വാങ്ങാൻ ഭയങ്കര പൈസയാണ്. അപ്പൊ ഇമ്മക്ക് ഇന്ന് കൊയല ഇത് പൊരിക്കല്ലേ സാ? കായും തക്കാളിയും കറിയും ഒരു ഉപ്പേരിയും ഒരു കറിയും ഉണ്ടാക്കാന്നാ വിചാരിക്കുന്നേ. ഇത് നമുക്ക് ആദ്യം കഴുകിയിട്ട് മീന് മുളക് പരക്കി വെക്കാം. നല്ല കഷ്ണങ്ങളാട്ടോ. നല്ലോണം മസാലയിട്ട് മുളകാക്കിയിട്ട് മസാലയിലിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാള് വാങ്ങുന്ന സമയത്തേ 1 കിലോന് 300 റുപ്യ കേട്ടോ. 1 കിലോന് 300 പറഞ്ഞ്. അപ്പൊ വേറൊരാൾ കൂടി വന്ന് ഒരുക്കും പറഞ്ഞ് 500 മതി, ഞങ്ങൾക്ക് 500 മതി എന്ന് തോന്നുന്നു. നല്ല ഇത്തിരി ഇതെല്ലാം വേണം അല്ലേ സാ? മുളക് പൊടിയൊക്കെ വേണം, എന്നാലാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. മഞ്ഞള് കുരുമുളക് പൊടിച്ചില്ലല്ലേ? ഇത് നല്ലോണം മുളക് പെരക്കിയിട്ട് അങ്ങോട്ട് വെക്കട്ടെ. മുളകില് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്താ ഇത്തിരി ആക്കിയിട്ടുണ്ട് ഞാൻ, വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അല്ലേ? എന്നിട്ട് അങ്ങോട്ട് വറക്കുക. തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചോട്ടാ. തേച്ച് പിടിപ്പിക്കണം. കറിയൊക്കെ ആയിട്ട് നമുക്ക് ലാസ്റ്റ് പിടിക്കാം. ഈ മുളക് പിടിക്കുന്നതിലാട്ടോ ഈ ഇതുണ്ടാവുക. മുളക് പിടിച്ചിട്ട് കുറച്ച് അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ടൊക്കെ വെക്കാന്നേലും എല്ലാരും ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യുന്നുണ്ടാവുക. വിചാരിക്കുന്നുണ്ട്. അറിയാത്ത ആൾക്കാരുണ്ടല്ലോ അല്ലേ? ആരപ്പ പക്ഷെ എന്താ പറയാ, മീനൊരു വികാരമായതിനെ കൊണ്ട് അങ്ങനെ മീനൊക്കെ നല്ലോണം മുളകൊക്കെ വിരട്ടി നല്ലോണം വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാലോ സൈഷേട്ടാ?
ഇനിയിപ്പോ എന്താ കറി നോക്കട്ടെ. കറിയില്ല, ഒരു കറി എന്താക്കുന്നേ? കറി നമ്മളെ ധന്യേച്ചി വരുമ്പോ കുറച്ച് പച്ചമുളക് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഇതാ ചീരോപ്പറങ്കി, വെള്ള ചീരോപ്പറങ്കി, പച്ച ചീരോപ്പറങ്കി കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സൈസേടെ വാങ്ങിയതുണ്ടായിരുന്നല്ലേ. നല്ല അടിപൊളി പയറാട്ടോ, നല്ല പച്ച കളറ്, നല്ല പച്ചക്കളർ, ചെറിയ നല്ല പയറാ, സൂപ്പർ. കുറച്ച് നീളത്തിലുള്ള ഉപ്പേരി വെക്കട്ടെ സൈസേട്ടാ, കുറച്ച് വലിപ്പത്തില്. എന്തായാലും എനിക്ക് വേഗം പണി കഴിയാനല്ലേ ഐഡിയ പോട്ടെ. ഇത് ചെറുതാക്കി മുറിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ മറ്റേ മെഴുക്ക് വരട്ടി പോലെ ആക്കണം. അങ്ങനെയാണോ ആക്കേണ്ടതല്ലേ? നിങ്ങൾ ഇഷ്ടപ്രകാരം ഞാൻ കുഴപ്പമില്ല. പകുതി ചെറുതും ഇല്ല, ഞാനത് ചെറുതാക്കാം. അതെല്ലാം വേഗം. ഇന്നലെ വീട്ടിൽ കൂടലിന് പോയതുകൊണ്ട് ബിരിയാണി ആയിരുന്നു. എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മയങ്ങിയില്ല, റിക്കവർ ആയില്ല നിങ്ങൾ അതിൽ നിന്ന്. നല്ല മീനെല്ലാം കൂട്ടിയിട്ടുള്ളൊരു ചോറ് തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെയും പരിപ്പിട്ട കറിയാണ് വെക്കല് ഞാള് ഇവിടെ വീട്ടിലൊക്കെ. അപ്പോൾ ഇവിടെ ഒക്കെ സൈഷേട്ടൊന്നും പരിപ്പ് വേണ്ട, പരിപ്പ് ഉണ്ടായ ഭയങ്കര ഡേഞ്ചറാണ് സൈഷേട്ടൻ പറയുന്നത്. അതുകൊണ്ട് പരിപ്പിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പരിപ്പില്ലാത്ത തക്കാളി മുരിങ്ങാക്കായും വെക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ. ഈ ഒരു മുരിങ്ങാക്കായും കൂടി അങ്ങോട്ട് വെക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. പിന്നെ പച്ചമുളക് അതൊക്കെ ഇടാം. ഇത്ര തക്കാളി വേണ്ട ഇത് മതി, ഇത് തന്നെ ധാരാളം. ഇതൊരു മീൻകറി വെക്കുന്ന പോലെ തേങ്ങ അരച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം തേങ്ങ വാങ്ങിയതാ കേട്ടോ. അല്ലാണ്ട് തേങ്ങ ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ അരച്ച തേങ്ങ കിട്ടും നമ്മള്. അതെ, അത് അരവ് കേന്ദ്രങ്ങളുണ്ട്. എന്താന്ന് വെച്ചാല് നല്ലോണം അരഞ്ഞ തേങ്ങയാകുമ്പോ നല്ല ടേസ്റ്റ്. ശരിക്കും മറ്റേത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചു കഴിഞ്ഞാൽ ശരിക്കും കംപ്ലീറ്റ് അങ്ങ് അരഞ്ഞ് കിട്ടുകയില്ല. ഇതാകുമ്പോൾ വേഗം കഴിയുകയും ചെയ്യും. ഈ മുളക് ഇടുന്നേ നമ്മളെ മുരിങ്ങാക്കായും തക്കാളിയും പച്ചമുളകും കുറച്ച് 2-3 നെയ്യ് പച്ചമുളക് ഇടണം എന്നൊരാഗ്രഹം കേട്ടോ. വലിയ പച്ചമുളക് ഇടുന്നുണ്ടല്ലേ? ഒരു കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പോ ഒരാഗ്രഹം. ഇത് കണ്ടപ്പോ എനിക്ക് എന്താ അറിയോ തോന്നുന്നേസാ, നല്ല തൈരില്ലേ, നാടനായതുകൊണ്ട് നല്ല തൈരും പച്ചമുളകും ചോറും പൊങ്ങിയത്തിപ്പോല്ലേ. എന്നാലും ചീരോപ്പറങ്കി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു സുഖ. നമ്മളെ കുറച്ച് കറിവേപ്പില അങ്ങോട്ടേക്ക് ഇടുക. കറിവേപ്പിലയും പിന്നെ ഒന്നും ഇല്ലണ്ട കേട്ടോ. ശരിക്കും പരിപ്പിട്ടാൽ കുറച്ച് കൊഴുപ്പുണ്ടാവും. ഇത് ഏറ്റവും കോമ്പിനേഷൻ ചിക്കൻ കറിക്ക് കേട്ടോ. ചിക്കൻ കറിയും മാങ്ങയും വെച്ചാൽ മുരിങ്ങക്കായും മുളക് പൊടിയും തീരാനായല്ലോ. മുരിങ്ങക്കായി കുറച്ചായി ഒത്തിരി ഇടുന്നിട്ടോ. മുളക് ഇട്ടിട്ടുള്ളൂ. ഇല്ലാത്തതിനെ കൊണ്ടല്ല ഇടാത്തത്, പേടിച്ചിട്ടാ. നേർമക്കറി ആയിക്കോട്ടെ. മഞ്ഞൾ, ഉപ്പിട്ട് മീൻകറി വെക്കുന്ന പോലെ അങ്ങോട്ട് വെക്കട്ടോ. അരച്ച തേങ്ങ അധികം വേണ്ട, കുറച്ച് ഇത് മതിയാവൂലേ സാർ? കുറച്ചല്ലേ ഉള്ളൂ. നമ്മൾ മറ്റേ തേങ്ങ അരച്ചു കഴിഞ്ഞാൽ 2 മുറി അരച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെയായി. സത്യമായിട്ടോ, ഇതാകുമ്പോ കുറച്ച് വളരെ കുറച്ചാ വേണ്ടു. നല്ലോണം അരിഞ്ഞത് കൊണ്ട് ഒന്ന് കലക്കി പേസ്റ്റ് പോലെ ആയി കിട്ടുകയും ചെയ്യും. എന്തായി തേങ്ങ അങ്ങോട്ട് വെച്ചിട്ടില്ല. തേങ്ങ നമ്മൾ അരച്ച തേങ്ങ അതിനെ കൊണ്ട് തന്നെ ഇത് കുഴപ്പമില്ല. ഇലക്കറിയൊക്കെ തേങ്ങ അരച്ച് വെച്ചാലുണ്ടാകുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ മുരിങ്ങക്കായും തക്കാളിയും കൂടി കറി വെച്ചാൽ വേണ്ടവർക്ക് കുറച്ച് പുളിയും ചേർക്കും കേട്ടോ. ഞാനിന്ന് പുളിയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ പച്ചപ്പയറുണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് അങ്ങനെ ഒരു വഴറ്റിയെടുക്കൂലേ, അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം കേട്ടോ വെച്ചത്. വേറെ അതിൽ ഉള്ളിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ആ ചീരോപ്പറങ്ങി ചൊയ വരണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ആക്കണം. പിന്നെ അത് നല്ലോണം വറ്റി വന്നാൽ അങ്ങ് എടുത്ത് സാധാരണ ഉപ്പേരിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപയോഗിക്കാമല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഈ അരിയാണ്. ഇതൊന്ന് കുറച്ചൊരു പറ്റി നിൽക്കുന്നത്. നമ്മൾ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി, നൂർത്തിയിടാൻ ലേറ്റ് ആയാൽ പിന്നെ അതെന്തായാലും അത് ഇങ്ങനെ ഒട്ടി കളിക്കും കേട്ടോ. ചോറ് ഇത്രയും കറിയല്ലോ നമ്മൾ സെറ്റാക്കിയിട്ട് ചോറ് പോയാൽ പോയില്ലേ. അപ്പോൾ അതും കൂടി അവിടെ തണിക്കാൻ വെച്ച് ഞാൻ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം, ആ ഫാനിൻ്റെ ചോട്ടിൽ ആ ടേബിളിൻ്റെ മുകളിലാണ് എൻ്റെ ചോറ് തണിയുക. പിന്നെ ഇത് നമ്മളെ കറീൻ്റെ വറവാണ്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്. കാരണം ഉലുവ ഒരു മീൻകറീൻ്റെ ടേസ്റ്റ് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഉലുവ ചേർത്തത്. വറ്റൽമുളക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വറവ് ഇട്ടപ്പോൾ നമ്മളെ മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ വറുത്ത മീനാണ്. വറുക്കുക എന്ന് വെച്ചാൽ അത് വേഗം കഴിയും. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ എല്ലാം കൂട്ടിയെടുത്ത് വെച്ചാണല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നന്നായിട്ട് മൊരിയാത്ത മീനാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ കുഞ്ഞോനും സതീഷേറിനും നല്ലോണം ഞെരിഞ്ഞ് മുള്ളു പോലും കരിഞ്ഞു പോകുമെങ്കിലും അവർക്ക് അങ്ങനെയാട്ടോ ഇഷ്ടം. ഞാൻ എപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് മസാല നിൽക്കുന്ന മീനില്ലേ, എനിക്ക് അതാട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് തോന്നൽ.
അപ്പോൾ ഇവർക്ക് വേണ്ടി ഞാനൊന്ന് നന്നായിട്ട് ഞെരിക്കും കേട്ടോ. കാരണം ഓല ഇഷ്ടം മക്കളെയും സൈഷറിൻ്റെ ഇഷ്ടം അതാണല്ലോ. എന്നിട്ട് ഞാൻ അതിൽ മസാല നോക്കി ഞാനങ്ങ് തിന്നു. ചോറിൻ്റെ എല്ലാം സാധനം അയക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്കായും തക്കാളീൻ്റെ കറിയുണ്ട്, പയറിൻ്റെ ഉപ്പേരി, കൊയല വറുത്തത്. കൊയല എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയുണ്ടാവും കേട്ടോ ഓരോ നാട്ടിൽ. പിന്നെ കുറച്ച് പച്ച തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ്. പിന്നെ കരിയായിട്ട് കാന്താരി ഉപ്പിലിട്ടത്. ഇത് കുറേ മുന്നേ സൈഷേട്ടൻ കൊണ്ടുവന്നപ്പോൾ ഉപ്പിലിട്ടാണ്. അല്ലാണ്ട് ഇന്ന് ധന്യേച്ചി കൊണ്ടുവന്ന പച്ചമുളകുണ്ട്, അത് വേണമെങ്കിൽ അതുകൊണ്ട് നമ്മൾ ചോറ് ഇന്ന് 2:30 ആയി. സൈഷേട്ടാ ബാ. പഴയ ഹിറ്റ്ലർ സിനിമ ഉണ്ടല്ലോ, അത് കാണുകയാണ് കേട്ടോ. അപ്പൊ തൽക്കാലത്തേക്ക് അതവിടെ പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോസ് ചെയ്ത് വെച്ചതാണ്. ചോറുന്നുമ്പോ പൊതുവേ TV ഓണാക്കാൻ മെനക്കടലില്ല. കാരണം അങ്ങനെയൊക്കെ പണ്ടേ പറയല്ലോ, ശീലവും നല്ലതല്ല ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുന്നതാണ്. അപ്പൊ നമ്മൾ അതങ്ങോട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കണ്ടിട്ട് കണ്ടോട്ടെ, നമ്മൾ ഭക്ഷണത്തിനോടുള്ള ഒരു ഇത് ഇല്ലാണ്ടായി പോകുകയല്ലോ, ബഹുമാനം. അങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷനിലെ സിദ്ധു ചോറ് നിരസാ നിങ്ങൾ ഇരുന്നോളി. ഇവിടെ പിന്നെ പയറിന്റെ ഉപ്പേരി ഇവിടെ വേണ്ട. കുറച്ച് ഉപ്പേരി തിന്നണോ? ഒരു ഉപ്പേരിയും അങ്ങനത്തെ ഒരു സാധനവും കഴിക്കൂല കേട്ടോ. അതാണ് ഒരു പ്രശ്നം. ആളിങ്ങനെ പറയും, അതുകൊണ്ടാണ് എല്ലാ പ്രശ്നം. ശക്തി ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ പിന്നെ സജിനെ ശ്രീജേട്ടനും വന്നിട്ടുണ്ട് അതിനെ കുഞ്ഞുവിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറ്റിയെന്നുള്ള കാര്യം. അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും, സൈഷേട്ടൻ്റെ പെങ്ങളും ഭർത്താവാണ്. അപ്പോൾ ഒരിക്കൽ ചായയൊക്കെ കൊടുത്ത് പിന്നെ അപ്പോൾ അവളെ കൂടെ ഞാളും ചായ കുടിച്ചിട്ടോ. കുറച്ച് നേരം ചോർന്നുള്ള ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ മൊത്തം ഒരു തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ ലൈഫാണ്, ചെറുതല്ല വലിയൊരു ഡേ ഇൻ ലൈഫാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.